മാനസികാരോഗ്യമില്ലാതെ ആരോഗ്യമില്ല എന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ലോക മാനസികാരോഗ്യ ദിനം. ഞാൻ ഡോക്ടർ മഞ്ജുറാണി, ആയുർവേദ മെന്റൽ ഹെൽത്ത് കൺസൾട്ടന്റ്, മനഃശാന്തി ആൻഡ് ആരോഗ്യരക്ഷ ആയുർവേദ ചികിത്സാലയം, ആലുവ. ഇന്ന് ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലുമുള്ള മാനസികാരോഗ്യം എന്നതാണ് 2025 ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ പ്രമേയം. വയനാട്ടിലെ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെയും കോവിഡ് പോലുള്ള ബഹുജന ആരോഗ്യ പ്രശ്നങ്ങളെയും നേരിടുകയും തരണം ചെയ്തു വരുന്നവരുമാണ് നമ്മൾ, അല്ലേ? ഇതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, അപകടങ്ങൾ, യുദ്ധങ്ങൾ ഇവയൊക്കെ കുട്ടികളെ മുതൽ പ്രായം ചെന്നവരെ വരെ പലതരത്തിലായിരിക്കാം ബാധിക്കുന്നത്. ചിലപ്പോൾ കുടുംബവുമായി വേർപെട്ടേക്കാം, ഉപജീവന മാർഗം നഷ്ടപ്പെട്ടേക്കാം, അടിസ്ഥാന സൗകര്യങ്ങളിൽ കുറവ് വന്നേക്കാം. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു കുട്ടിയുടെ തലച്ചോറിന്റെ വികാസത്തെ പോലും തടസ്സപ്പെടുത്തിയേക്കാം. കൗമാരക്കാരുടെ കാര്യമായിക്കോട്ടെ, അവരുടെ ആത്മാഭിമാനം അഥവാ സെൽഫ് എസ്റ്റീം കുറയുക, പഠനത്തിൽ പിന്നോട്ടാവുക, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ദുരുപയോഗം, സ്വയം മുറിവേൽപ്പിക്കുക, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ ദോഷാവസ്ഥകളിലേക്കും നയിച്ചേക്കാം. എന്നാൽ ഇത്തരം പ്രതിസന്ധികൾ ചിലരിൽ മാനസിക പിരിമുറുക്കങ്ങൾ, ഉത്കണ്ഠ, വിഷാദം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഉറക്കക്കുറവ് എന്നീ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റു ചിലരിൽ തീവ്രമായ വികാര പ്രകടനങ്ങൾ, പരിഭ്രാന്തരാവുക, മുൻപില്ലാത്ത പോലെ ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യുക തുടങ്ങിയ ലക്ഷണങ്ങളാവും പ്രകടമാവുക. ഇത്തരം സാഹചര്യങ്ങളെ നമുക്ക് എങ്ങനെ ഫലപ്രദമായി നേരിടാം? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ദുരന്തങ്ങൾ നേരിട്ട് അനുഭവിച്ചവർക്ക് അതുമായി പൊരുത്തപ്പെടുവാൻ സമയം ആവശ്യമാണ്. അവരുടെ പ്രശ്നങ്ങൾ അടുത്ത കുടുംബക്കാരുമായോ ബന്ധുക്കളുമായോ പങ്കിടുക വഴി അമിതമായ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാം. ഇഷ്ടപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും കൃത്യമായ ദിനചര്യ പാലിക്കുന്നതും ഒരു പരിധിവരെ സഹായകമായേക്കാം. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ തുടർച്ചയായി നീണ്ടു നിൽക്കുകയോ അവരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കത്തക്ക രീതിയിൽ തീവ്രമാവുകയോ ചെയ്താൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം തേടാൻ മടിക്കരുത്. ഇത്തരം മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സമഗ്രമായ ചികിത്സ ആയുർവേദത്തിൽ ലഭ്യമാണ്. രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉള്ളിൽ കഴിക്കേണ്ട ആയുർവേദ ഔഷധങ്ങളും രോഗ തീവ്രത കൂടുതലുള്ളവർക്ക് ശരീരമന ശുദ്ധിക്കായുള്ള പഞ്ചകർമ്മ ചികിത്സയും മനഃശാന്തിക്കായുള്ള സത്വാവജയ ചികിത്സ അഥവാ ആയുർവേദ സൈക്കോതെറാപ്പിയും സംയോജിപ്പിച്ചുള്ളൊരു ചികിത്സാ രീതിയാണ് ആയുർവേദത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോക മാനസികാരോഗ്യ ദിനത്തിൽ മാനസികാരോഗ്യം സംരക്ഷിക്കപ്പെടുന്നതിനും എല്ലാവർക്കും പ്രാപ്യമാകുന്നതിനുമുള്ള ശ്രമങ്ങൾ നമുക്ക് ശക്തമാക്കാം.